കേരളത്തിൽ ചില സംരംഭങ്ങളെങ്കിലും ചക്കയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് മുന്നേറിയിട്ടുണ്ട്. അത്തരത്തിൽ ഒന്നാണ് തളിപ്പറമ്പ് നാടുകാണി കിൻഫ്ര പാർക്കിലുള്ള സുഭാഷ് കോറോത്ത് എന്ന യുവാവിന്റെ ആർട്ടോകാർപ്പസ്. എഞ്ചിനീയറായ സുഭാഷ് ഇലക്ട്രോണിക്സ് ബിസിനസ് ഉപേക്ഷിച്ച് 2015 1.3 കോടി രൂപ മുതൽ മുടക്കി കമ്പനിക്ക് രൂപം നൽകുന്നത്. ചക്കയ്ക്കും അതിൽ നിന്നുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിലും വിദേശത്തും വലിയ വിപണിയുണ്ടെന്ന തിരിച്ചറിവ് ഇതിന് പ്രേരകമായി. ഇപ്പോഴിത് 10 കോടി വിറ്റുവരവുള്ള സംരംഭമാണ്. ചക്ക സംസ്കരണത്തിന് ആധുനിക യന്ത്ര സംവിധാനങ്ങളുണ്ട്. ഇടിച്ചക്ക മുതൽ പഴുത്ത ചക്ക വരെ ഇവിടെ ഉൽപ്പന്നങ്ങളാക്കുന്നു. പഴുത്ത ചക്കയുടെ പൾപ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും വാണിജ്യ മൂല്യമുള്ളത്. പ്രാദേശികമായി സീസണിൽ ചക്കപ്പഴം സ്ഥിരമായി എത്തിക്കുന്നവരുണ്ട്. കൂടാതെ കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ചക്ക എത്തുന്നു. ഇവ വൃത്തിയാക്കി ചുള വേർതിരിച്ച് പൾപ്പിംഗ് യന്ത്രം ഉപയോഗിച്ച് പൾപ്പ് ഉണ്ടാക്കുന്നു. സ്ലൈസിംഗ് യന്ത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ചക്കപ്പഴത്തിന്റെ ചെറു കഷ്ണങ്ങളും ക്രഷിംഗ് യന്ത്രം ഉപയോഗിച്ചുണ്ടാക്കുന്ന ക്രഷും ജാക്ക് ഫ്രൂട്ട് നൈസ്, ജാക്ക് ഫ്രൂട്ട് സ്ക്വാഷ്, ശീതീകരിച്ച ഫ്രോസൺ പൾപ്പ് എന്നിവയുമാണ് മറ്റ് ഉത്പന്നങ്ങൾ. തിളപ്പിച്ച് അണുവിമുക്തമാക്കിയാണ് ഇവ പായ്ക്ക് ചെയ്യുന്നത്. ഐസ്ക്രീം, കേക്ക്, ഷേക്ക് തുടങ്ങി വിഭവങ്ങളിൽ ചേർക്കാനാണ് ഈ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. നാട്ടിലും വിദേശത്തും ഇവയ്ക്ക് മാർക്കറ്റുണ്ട്. യൂറോപ്യൻ, ഗൾഫ് രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും പൾപ്പ് കയറ്റി അയക്കുന്നു. പഴുത്ത ചക്ക ഉപയോഗിച്ച് നാടൻ വിഭവങ്ങളായ റെഡി ടു ഈറ്റ് ചക്കയപ്പം, ചക്കവരട്ടി തുടങ്ങിയവയും ഉണ്ടാക്കുന്നുണ്ട്. മാംസ വിഭവങ്ങൾക്ക് സമാനമായ രുചി വരും വിധമാണ് ഇടിച്ചക്കയെ ഉൽപ്പന്നങ്ങളാക്കുന്നത്. ഇന്ത്യയിലെയും വിദേശത്തെയും രുചിഭേദങ്ങൾക്ക് അനുസരണമായി ചക്കപ്പുഴക്ക് മുതൽ ജാക്ക് ഫ്രൂട്ട് തായ്ക്കറി വരെയുള്ള പലതരം റെഡി ടു കുക്ക് ഇടിച്ചക്കറികൾ, മീറ്റ് ബോൾ പോലുള്ള ചക്ക ബോൾ, ബർഗറിനുള്ളിൽ വെക്കുന്ന ജാക്ക് ഫ്രൂട്ട്, ബർഗർ പാറ്റി, റെഡി ടു കുക്ക് ചക്ക ബാർബിക്യൂ, ചക്ക കോഫ്ത തുടങ്ങി 20ഓളം ഉത്പന്നങ്ങൾ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. ഇവ പായ്ക്ക് ചെയ്ത ശേഷം